ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലപ്പരിപ്പും പടവലങ്ങയും ഇട്ട് കറി വെക്കാനായിട്ട് ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് കടലപ്പരിപ്പ് ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോൾ ഇതുപോലുള്ളൊരു വഴുതനങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഇതിനൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം. ആ മസാലയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് സൈഡിലേക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ ആവശ്യമില്ല. ആ വഴുതനങ്ങയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ മസാലയൊക്കെ നല്ലപോലെ കോട്ടിംഗ് ആയിട്ട് കിട്ടും. എന്നിട്ട് പൊരിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കറി താളിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മീഷോയിൽ നിന്നാണ് ഈ ഓയിൽ സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. നമ്മുടെ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ളൊരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് കുക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.